ജമ്മുകശ്മീരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് ലോകം കാണുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെ തകർച്ചയ്ക്ക് 3 കുടുംബങ്ങളായിരുന്നു കാരണം. കശ്മീർ വികസന പാതയിലാണ്. ജമ്മുകശ്മീരിനെ ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുക എന്നതാണ് നൽകാനുള്ള വാഗ്ദാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും യുവാക്കളുടെ കയ്യിൽ ആയുധങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവരാണ്. ശ്രീനഗറിലെ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. कुछ दिन पहले जब मैं जम्मू कश्मीर आया था तो कहा था कि जम्मू कश्मीर की बर्बादी के लिए 3 खानदान जिम्मेदार है। कांग्रेस, एनसी और पीडीपी के 3 खानदान फेल हुए थे। വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, യുവാക്കൾക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ, പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായി ശ്രീനഗറിൽ ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ലക്ഷ്മി, ജമ്മുകശ്മീരിന്റെ സുസ്ഥിര വികസനം ഉറപ്പാക്കുമെന്ന വാഗ്ദാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. 2ാം ഘട്ട പ്രചാരണം ശക്തമാകുമ്പോൾ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് BJPയുടെ ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തത്. ഈ ശ്രീനഗർ മേഖലയിലെ മുഴുവൻ BJP സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം റാലിയിൽ അണിനിരന്നു. ജമ്മു കാശ്മീർ ഇന്ന് സമാധാനത്തിന്റെയും സുരക്ഷയുടെയും പാതയിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ്. ജനങ്ങൾക്ക് സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ സാധിക്കുന്നു. യുവാക്കൾക്ക് തൊഴിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകാനാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുമെന്നും ജമ്മു കാശ്മീരിന്റെ സുസ്ഥിരമായ വികസനം ഉറപ്പാക്കും എന്നുള്ളതുമാണ് കശ്മീരിന്റെ ജനതയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ രൂക്ഷമായിട്ടുള്ള വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. 3 കുടുംബങ്ങൾ, അതായത് കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബം, ഒപ്പം PDPയുടെയും നാഷണൽ കോൺഫറൻസിന്റെയും ഈ കുടുംബാധിപത്യം ഓരോ കാലത്ത് കശ്മീരിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഭരണത്തിന് വേണ്ടി കുടുംബ രാഷ്ട്രീയം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തതാണ് ജമ്മു കശ്മീരിന്റെ തകർച്ചയ്ക്ക് മുൻപ് കാരണമായിരുന്നത്. എന്നാൽ ഇന്ന് കശ്മീർ മാറ്റത്തിന്റെ പാതയിലാണ്, വികസനത്തിന്റെ പാതയിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വൻ ജനപങ്കാളിത്തം കശ്മീരിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ജനാധിപത്യം എങ്ങനെയാണ് ജമ്മു കശ്മീരിലെ ജനത കൂടുതൽ ശക്തമാക്കുന്നത് എന്ന് ഇന്ന് ലോകവും മുഴുവൻ ലോകത്തിലെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും ശ്രീനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി കശ്മീരിൽ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം നൽകുന്നതാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും ജമ്മു, ഉദ്ധംപൂർ സെക്ടറുകൾക്ക് അപ്പുറത്തേക്ക് കശ്മീരിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് കശ്മീർ മേഖലയിലും ഇത്തവണ ശക്തമായ സാന്നിധ്യമാക്കാനാണ് BJPയുടെ ശ്രമം. ഒപ്പം ശ്രീനഗറിൽ പ്രധാനമന്ത്രിയുടെ റാലിയിലെ വൻ ജനപങ്കാളിത്തം, എത്രത്തോളം സ്വാധീനം കഴിഞ്ഞ ഈ ഒരു സമയത്തിനുള്ളിൽ കശ്മീർ മേഖലയിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നേരത്തെ കശ്മീർ മേഖലയിൽ BJPക്ക് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് കണക്കുകളും ഒപ്പം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പോലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2014 ശേഷം 10 വർഷം പിന്നിട്ട് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ജമ്മു സെക്ടറിനപ്പുറത്തേക്ക് കശ്മീർ മേഖലയിലും സ്ഥാനാർത്ഥികളെ നിർത്താനും 10,000-കണക്കിന് ആളുകൾ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വൻ തെരഞ്ഞെടുപ്പ് റാലികൾ നടത്താനും BJPക്ക് സാധിക്കുന്നു. അത്തരത്തിൽ BJPയുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലി. ജമ്മു കാശ്മീരിന്റെ സുസ്ഥിര വികസനം, യുവാക്കൾക്ക് തൊഴിൽ, കുട്ടികൾക്ക് പഠനം, സമാധാനവും സുരക്ഷയും ഇവ മോദിയുടെ ഉറപ്പാണ് എന്ന വാഗ്ദാനമാണ്, എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ നൽകിയത്. ലക്ഷ്മി.